ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. വീണ്ടും നമ്മളൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഡിസയർ വണ്ടിയുടെ ഗ്ലാസ് നമുക്ക് എങ്ങനെ ഇളക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുവിധമുള്ളവർക്ക് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ വീഡിയോ തന്നെ ഇത് തന്നെ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ടാഗ് ലൈൻ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കാറാണ്. അപ്പം ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൗഡൻ കമ്പിയില്ല, നമ്മുടെ ഈ കേബിളൊക്കെ വരുന്ന ബൗഡനിൽ നിന്ന് നമ്മൾ ആ ബൗഡൻ ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് 2-3 പിരി നമ്മൾ എടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ആ ഒരു ഇതിൽ ചെറിയൊരു ഹോൾ ഇടുന്നുണ്ട്. ആ ഹോൾ ഇട്ടിട്ട് ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ കയറ്റിയിട്ട് ഇത് അറുത്തെടുക്കുകയാണ്. ഇത് നോർമലി ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടിയത്താണ് ഇത് ചെയ്യുന്നത്. കൊട്ടിയത്ത് ഗ്ലാസ് ഇളക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും അത് മാത്രം ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഇളക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ വർക്ക് നടക്കുന്നത് നമ്മൾ അവിടെ അല്ലാത്തത് കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ഇളക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൊട്ടിയത്ത് കൊണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ ഇളക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് ഇങ്ങനെ ഇളക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ഇളക്കണം. 2 പേര് മതിയെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരെ വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചോളം ഇവർ 4 ഗ്ലാസോളം ഇളക്കിയ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. 4 ഗ്ലാസ് അവർ പൊട്ടാതെ അവർ ഇളക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ ഇതിലാണ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഗ്ലാസ് ഇളക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ അതിഗംഭീരമായി തന്നെ നമ്മളിതാ ഇവിടെ ഗ്ലാസ് ഇളക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്ന കണക്കല്ല, പതുക്കെ 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 വളരെ സ്ലോയിലേ നമുക്ക് അറുത്തെടുക്കാൻ പറ്റുള്ളൂ. അറുത്തെടുത്താൽ മാത്രമേ നമുക്കത് പുറത്തെടുക്കാൻ പറ്റൂ. പക്ഷേ മേളിൽ 2 ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കിൻ്റെ ഭാഗം വളരെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ചെറിയ ഒരു ഇത് മതി, പൊട്ടാൻ വലിയ താമസമൊന്നും വേണ്ട, ഗ്ലാസ്സല്ലേ, പൊട്ടാൻ വലിയ ഇതൊന്നുമില്ല. പക്ഷേ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. പക്ഷേ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു. നമുക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റി. അങ്ങനെ ഗ്ലാസ് നമ്മൾ ഏകദേശം ഇളക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇതെടുക്കും കേട്ടോ. ബൗഡൻ കമ്പിയിലിട്ട് വലിക്കുക എന്ന് പറയുന്നത് അറിയാമല്ലോ, 2 സൈഡിൽ നിന്ന് 2 പേര് വലിക്കുമ്പം അതിൻ്റേതായ ഇതുണ്ട് കേട്ടോ. ഗ്ലാസ് പുറത്ത് വന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന കണക്ക് കുറച്ച് പാടുപെട്ട് നമ്മളത് ഗ്ലാസ് ഇളക്കിയിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഗ്ലാസ് ഇളക്കിയാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്ലാസ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ കണ്ട ഇവിടെയൊക്കെ നല്ല കുറച്ച് ഡാമേജൊക്കെ ഉണ്ട്. അപ്പോൾ ഡാമേജൊക്കെ മാറ്റണമെങ്കിൽ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒട്ടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഗ്ലാസ് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്തു. നമ്മളത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ഗ്ലാസ് ഒട്ടിക്കുന്ന സ്ഥലമായ കൊട്ടിയത്ത് എത്തിയിട്ടുണ്ട്. കൊട്ടിയം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് ഗ്ലാസ് ഒട്ടിക്കുന്ന ഒരു സ്ഥലം. ജംഗ്ഷൻ എത്തേണ്ട, ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജംഗ്ഷൻ എത്തുന്നതിന് 500 മീറ്റർ പിറകിലോട്ട് വരണം. അവിടെയാണ് ഈ ഗ്ലാസ് ഒട്ടിക്കുന്ന സ്ഥലം. കണ്ടില്ലേ, ഈ ഗമ്മ് രണ്ട് ട്യൂബ് ഗമ്മാണ് അടിച്ചപ്പോൾ തന്നെ സംഭവം സെറ്റായി. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു 4 മണിക്കൂറെങ്കിലും കിടക്കണമെന്ന് പറഞ്ഞു. കാരണം മാക്സിമം വെയിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. വെയിലുണ്ടെങ്കിൽ സെറ്റ് ആവുള്ളൂ. വെയിൽ ഇട്ടിട്ട് നമ്മളൊരു 4 മണിക്കൂർ ഇട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒട്ടിപ്പാണ്. വണ്ടി കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലാസ് വേറൊരു റോഡിൽ കൂടെ പോകും, നമ്മൾ വേറൊരു റോഡിൽ കൂടെ പോകേണ്ടി വരും. 2 പേരും 2 റോഡിൽ കൂടെ പോവും. അതുകൊണ്ട് 4 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. ഇതാണ് സാധനം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ